ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നല്ല മഴയുണ്ട്. കിളിമാനൂർ കൊട്ടാരം. അതെ, കിളിമാനൂർ കൊട്ടാരവും കൊട്ടാര ചുറ്റുവളപ്പുള്ള കാഴ്ചകളാണ്. അപ്പോൾ കിളിമാനൂർ കൊട്ടാരത്തിനകം നമുക്ക് വീഡിയോ കാണിച്ചു തരാൻ പറ്റത്തില്ല, എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ ഫോട്ടോസിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ചുറ്റുവട്ടമൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു തരും. കൂട്ടുകാരെ, കിളിമാനൂർ ആറ്റിങ്ങൽ റോഡിൽ ചൂട്ടയിൽ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നും 0.4 കിലോമീറ്റർ 400 മീറ്ററാണ് നമ്മുടെ കൊട്ടാരത്തിലേക്കുള്ള ദൂരം കേട്ടോ. അപ്പോൾ ഇതാണ് റോഡ്. നമ്മുടെ ചൂട്ടയിൽ നിന്നും വലത്തോട് നമ്മൾ കിളിമാനൂരിൽ നിന്ന് വരുമ്പോൾ വലത് സൈഡിലോട്ട് തിരിയുക. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ മുൻവശത്തോട്ട് കുറേ ദൂരം ഒരു 400 മീറ്റർ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ നേരെ കൊട്ടാരം വളപ്പിലോട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ. എൻട്രി കൊട്ടാരം ഗേറ്റിലോട്ട് തന്നെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ ചെന്ന് കയറിയപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഇല്ല എന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ചെന്ന് ഓഫീസിൽ ചെന്നിട്ട് ടിക്കറ്റ് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് എത്ര 20 രൂപയല്ല, ഒരാൾക്ക് 20 രൂപ, അങ്ങനെ 2 പേർക്ക് 40 രൂപ. കൊച്ചിന് ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ടിക്കറ്റും വാങ്ങി. അതിന് ശേഷം ഇവിടെ ഫോട്ടോ അലൗഡാണ്, വീഡിയോ അലൗഡ് അല്ല. 5ാം തലമുറ ഇവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോഴും. 5ാം തലമുറ നമ്മുടെ രാജാ രവിവർമ്മയുടെ 5ാം തലമുറ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുള്ളതിനാൽ, അവരുടെ ഫാമിലി എല്ലാം ഉള്ളതിനാൽ ഇവിടെ വീഡിയോ അലൗഡ് അല്ല. ഫോട്ടോസും ഒരു പരുവത്തിന് ഒരു മീഡിയം ഫോട്ടോസ് അങ്ങനെയുള്ളത് മാത്രമേ എടുക്കാവൂ, അല്ലാതെ ഭയങ്കര രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ചിത്രകാരനായ രാജാ രവിവർമ്മയുടെയും മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെയും പിതാവായ രാഘവവർമ്മയുടെയും ജന്മസ്ഥലമാണിത് കേട്ടോ. 6 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള ഈ കൊട്ടാര സമുച്ചയത്തിൽ 4 കെട്ട് ചെറുതും ഇടത്തരവുമായ കെട്ടിടങ്ങൾ, 3 കുളങ്ങൾ, കിണറുകൾ, പുണ്യവനങ്ങൾ എന്നിവ പോലുള്ള കേരളത്തിലെ പരമ്പരാഗത പാർപ്പിട ഘടനകൾ ഉൾപ്പെടുന്നു. രാജാ രവിവർമ്മ തൻ്റെ ചിത്രങ്ങളിൽ നിന്നും ലഭിച്ച വരുമാനം ഉപയോഗിച്ച് ചില കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നു. കിളിമാനൂരിലെ ചൂട്ടയിലെ രാജകീയ ഭവനത്തിന് 300 വർഷത്തിലേറെ പഴക്കമുണ്ട്. എന്നിരുന്നാലും ഏറ്റവും പഴയ കെട്ടിടങ്ങൾ വളരെ പഴയ കാലഘട്ടത്തിലേതാണ്. എന്നിരുന്നാലും കൊട്ടാരം ഇന്നത്തെ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടത് 1753 കേട്ടോ. കിളിമാനൂർ കൊട്ടാരവും തിരുവിതാംകൂർ രാജകീയ വസതിയുമാണ് കേട്ടോ ഇനി പറയുന്നത്. കിളിമാനൂരിലെ എസ്റ്റേറ്റ് ആദ്യം ഒരു പിള്ള ഭരണാധികാരിയുടെ വകയായിരുന്നു. മഹാരാജാവ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലേക്ക് കണ്ടുകെട്ടി. നിരവധി ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന എസ്റ്റേറ്റ് പിന്നീട് 1718 മലബാറിലെ പരപ്പനാട്ടിൽ നിന്നും തെക്കോട്ട് വന്ന രാജാവിൻ്റെ പിതാവിൻ്റെ കുടുംബത്തിന് കൈമാറി. 1705 ME 880 പരപ്പനാട് രാജഗൃഹമായ ബേപ്പൂർ തട്ടാരിക്കോവിലകത്തെ ഇട്ടമാർ രാജയുടെ മകനും 2 പെൺമക്കളും വേണാട് രാജഗൃഹത്തിൽ ദത്തെടുത്തു. ഇട്ടമ്മർ രാജയുടെ സഹോദരിയും മക്കളായ രാജവർമ്മയും രാഘവവർമ്മയും കിളിമാനൂരിൽ താമസമാക്കി. ഇപ്പോൾ ദത്തെടുത്ത സഹോദരിമാരെ വിവാഹം കഴിച്ചു. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ സ്ഥാപകനായ മാർത്താണ്ഡവർമ്മ രാഘവവർമ്മയുടെ മകനാണ്. രാഘവവർമ്മയുടെ അനന്തരവൻ രവിവർമ്മ കോയിൽ തമ്പുരാൻ മാർത്താണ്ഡവർമ്മയുടെ സഹോദരിയെ വിവാഹം കഴിച്ചു. അവരുടെ മകൻ ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നറിയപ്പെട്ടു. 1740 ദേശിംഗനാട് രാജാവിനെ പിന്തുണയ്ക്കുന്ന ഡച്ചുകാരൻ ക്യാപ്റ്റൻ ഹോക്കർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യസേന വേണാട് ആക്രമിച്ചപ്പോൾ കിളിമാനൂരിൽ നിന്നുള്ള ഒരു സൈന്യം അവരെ ചെറുത്തു തോൽപ്പിച്ചു. ചെറിയ വിജയമാണെങ്കിലും ഒരു ഇന്ത്യൻ സൈന്യം ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തുന്നത് ഇതാദ്യമായിരുന്നു. 1753 ഈ നേട്ടത്തിൻ്റെ അംഗീകാരമായി മാർത്താണ്ഡവർമ്മ കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളെ നികുതിയിൽ നിന്നും ഒഴിവാക്കി അവയ്ക്ക് സ്വയംഭരണ പദവി നൽകി. ഇപ്പോഴത്തെ കൊട്ടാര സമുച്ചയം ഈ സമയത്താണ് അയ്യപ്പ ക്ഷേത്രത്തോടൊപ്പം നിർമ്മിച്ചത്.
കൊട്ടാരത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് കുടുംബാംഗങ്ങളുടെ ആരാധന നടത്തുന്ന നിരവധി ചെറിയ കാവുകൾ അഥവാ പരമ്പരാഗത ആരാധനാലയങ്ങളുടെ സാന്നിധ്യമാണ് കേട്ടോ. കൊട്ടാരത്തിന് 300 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൊട്ടാരത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് ഇതിനൊരു പ്രത്യേക ഭംഗി നൽകുന്നു. കൊട്ടാരത്തിന് മുമ്പിൽ ഒരു നെൽവയലും വയലിൻ്റെ മറുവശത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രവുമുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരായ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ വേലുത്തമ്പി ദളവ കിളിമാനൂർ കൊട്ടാരത്തിൽ യോഗങ്ങൾ നടത്തി. ബ്രിട്ടീഷുകാർക്കെതിരായ അന്തിമ യുദ്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ വാൾ കൊട്ടാരത്തിൽ വച്ച് കൈമാറി. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് കൊട്ടാരത്തിൽ നിന്നും ഈ വാൾ സ്വീകരിച്ചു. അത് ഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു. പിന്നീട് വാൾ തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലേക്ക് മാറ്റി കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊട്ടാരത്തിലെ പ്രധാന ആകർഷണം എന്താണെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മയുടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. അവിടെയാണ് ഇപ്പോൾ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഈ സ്റ്റുഡിയോ ഉണ്ടല്ലോ, ഈ സ്റ്റുഡിയോയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചില ചിത്രങ്ങൾ ഇവിടെ വരവേറ്റത് എന്ന് പറഞ്ഞാൽ വരച്ചത്. കൊട്ടാരത്തിനുള്ളിൽ പരമ്പരാഗത കേരള ശൈലിയിലുള്ള നാലുകെട്ടുണ്ട് കേട്ടോ. ആ നാലുകെട്ടൊക്കെ നമുക്ക് ഫോട്ടോയിലൂടെ മാത്രമേ കാണിച്ചു തരാൻ കഴിയത്തുള്ളൂ. ഫോട്ടോയിൽ നമ്മൾ കുറച്ചൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലോ ചേച്ചി. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ ഈ ഭാഗമൊക്കെ ഒരുപാട് നശിച്ചിരിക്കുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഓടൊക്കെ ഇളവി ഒരു വല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ്. പക്ഷെ അതൊന്നും പുതുക്കാനൊന്നും അവർ ശ്രമിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊന്നും അതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല അല്ലേ വാവച്ചി? അതെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമല്ലേ കിളിമാനൂർ കൊട്ടാരം അല്ലേ വാവച്ചി? അതെ, അപ്പോൾ നമ്മളത് എന്തായാലും സൂക്ഷിക്കണം. അപ്പം അത് അധികാരികളാണ് ചെയ്യേണ്ടത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കൊട്ടാരം വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ഇനിയിപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നെൽവയലുണ്ട്, കുളമുണ്ടെന്നൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഒരു കുളം. ഇതിലുള്ള കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുളം ഇതാണ്. നമ്മുടെ കുളത്തിൻ്റെ അകത്തിറങ്ങാൻ വേണ്ടി, നമ്മുടെ ഈ കൊട്ടാര വളപ്പിലെ കുളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മുടെ കൊട്ടാരത്തിനകത്ത് നിന്നും വരാൻ കഴിയുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ ഈ ഓടൊക്കെ ഇട്ട് കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും നമുക്ക് കയറാൻ കഴിഞ്ഞില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ഇത് പൂട്ടിയിരിക്കുകയാണ്, താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ നശിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെന്താ മുൻവശത്തോട്ട് വന്നു. മുൻവശത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ നേരെ മുൻഭാഗത്തായിട്ട് വയൽ കാണാൻ കഴിയും കേട്ടോ. അടിപൊളി വയലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ആൽമരവും പിന്നെ വയലുമാണ്. ഈ വയൽ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു വയൽ. അപ്പോൾ കൂട്ടുകാരെ, സൈഗൂസ് വിഷൻ്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.